നമസ്കാരം. ഞാൻ നിങ്ങളെ ഗംഭീരമായ ഒരു കാഴ്ച കാണിക്കാം. നോക്കൂ, സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ജനസഞ്ചയം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതെ, ഇത് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ തിരുനാവായൽ അവിടെ ഈ നിള ആരതി കാണാനെത്തിയ ആൾക്കൂട്ടമാണ്. നമ്മൾ ഒരു പിടി മണ്ണ് വാരിയിട്ടാൽ ഒരു തരി പോലും താഴെ എത്തില്ല, അതുപോലെ തിങ്ങി നിറഞ്ഞാണ് ആളുകൾ നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ടവർ സ്റ്റോറിയൊക്കെ അവതരിപ്പിക്കുന്നവർക്ക് ബോധക്ഷയം ഉണ്ടാകും. കാരണം അവരൊക്കെ വിചാരിച്ചിരുന്നത് കേരളമാണ് ഒരിക്കലും ഇത്തരം ഒരു കാഴ്ച, അതായത് അങ്ങ് ഉത്തർപ്രദേശിൽ അവിടുത്തെ വാരണാസിയിലൊക്കെ കണ്ടതുപോലുള്ള ഒരു കാഴ്ച തങ്ങളൊക്കെ ജീവിക്കുന്ന കേരളത്തിൽ ഒരിക്കലും കാണില്ല, അങ്ങനെ സംഭവിക്കില്ല എന്നാണ് അവർ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത്. പ്രത്യേകിച്ചും മലപ്പുറത്തെ മണ്ണിൽ എന്ന് പറയാൻ കാരണം അവിടെ ഹിന്ദു ജനസംഖ്യ വളരെ കുറവാണ്, അവിടെ മുസ്ലിങ്ങളാണ് കൂടുതലുള്ള ജില്ലയാണ്. അവിടെയാണ് ഇത്രയും ജനസഞ്ചയത്തെ കാണാൻ സാധിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തുടക്കത്തിൽ മാധ്യമങ്ങളും ഇതിനെ പാടെ അവഗണിക്കുകയായിരുന്നു. ആദ്യ സമയത്തൊക്കെ ഇത്രയൊന്നും ആൾക്കാരില്ലായിരുന്നു, ഇതിൻ്റെ 10% പോലും ആളില്ലായിരുന്നു. അവിടെ ഒരു താൽക്കാലിക പാലത്തിൻ്റെ പണി പൂർത്തിയാവാനുണ്ടായിരുന്നു. അത് തുടക്കത്തിൽ ഭരണകൂടത്തിൻ്റെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അതൊക്കെ മാറി. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇത് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും, അതായത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുമൊക്കെ ഇതിൻ്റെ വാർത്തകളും ഈ നിള ആരതിയുടെ ദൃശ്യങ്ങളുമൊക്കെ കണ്ട് അതിൽ ആകൃഷ്ടരായി ഭക്തി കൊണ്ടുമൊക്കെ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകി വരാൻ തുടങ്ങി. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ അതൊക്കെ മാനസികമായിട്ട് ഒരുപാട് സന്തോഷം നൽകുന്ന, അവനെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യമാണ്. മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് അത് മാറ്റിവെക്കേണ്ട കാര്യമില്ല. അത് കുറച്ചുള്ള മതേതരത്വം മതി എന്ന് ഇവിടുത്തെ ഹിന്ദു തീരുമാനിച്ചു എന്ന് തോന്നുന്നു. മറ്റു ഒരു മതസ്ഥരും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വെച്ചുകൊണ്ട് അവരുടെ ആചാരമോ അനുഷ്ഠാനമോ ഒന്നും അവർ നടത്താതിരിക്കുന്നില്ല, പങ്കുകൊള്ളാതിരിക്കുന്നില്ല. അവർ അക്കാര്യത്തിൽ മറ്റാരെയും നോക്കാറില്ല. അതിപ്പോൾ ക്രിസ്ത്യനാവട്ടെ മുസ്ലിം ആവട്ടെ, അവരുടേതായിട്ടുള്ള മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും അവർ ആചരിക്കും, ആഘോഷിക്കുകയൊക്കെ ചെയ്യും. അതിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് അവർ ചിന്തിക്കാറേയില്ല. പക്ഷേ മതേതരത്വം എന്ന ഓമന പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് ഹിന്ദു അത്തരം ഒരുപാട് കാര്യങ്ങളിൽ വലിയ സഹിഷ്ണുത കാണിച്ചിരുന്നു. അല്ലെങ്കിൽ മറ്റുള്ളൊരാൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അവരെന്ത് കരുതും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പ്രത്യേകിച്ചും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, ഏതെങ്കിലും എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ഹിന്ദു ആണെങ്കിലേ ഈ പ്രശ്നമുള്ളൂ. BJPക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ അവർ ആ ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു. തങ്ങളെ ആനന്ദിപ്പിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ആത്മീയമായിട്ട് ഉണർവുണ്ടാവാൻ കാരണമാകുന്ന ഇതുപോലുള്ള എന്തുതരം മഹാസംഗമമാണെങ്കിലും, ഇതിനിപ്പോൾ മഹാമഘം എന്നാണ് ഇത് പറയുന്നത്, പക്ഷേ കേരളത്തിൻ്റെ കുംഭമേള എന്ന തരത്തിൽ തന്നെയാണ് ഇതിനെ ഇപ്പോൾ വിളിക്കുന്നത്. അത് അങ്ങേയറ്റം വലിയ രീതിയിൽ വിജയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ഇത് 2016 ഇവിടെ നടന്നത്രേ. പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇതൊരു പുതിയ അറിവാണ്. കാരണം അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നമ്മളാരും അത് അറിഞ്ഞിട്ടില്ല. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ആ സമയത്തുണ്ടായിരുന്നു. പേരിന് നടന്നതുപോലെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നെറ്റിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തിരൂർ ദിനേശ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്നും അതിന് മുൻകൈ എടുത്തത്. ഇന്നും അദ്ദേഹം അതിൽ പങ്കാളിയാണ്, അദ്ദേഹത്തിൻ്റെയൊക്കെ പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അന്ന് അത്രയൊന്നും ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല. സോഷ്യൽ മീഡിയ പോലും അത്രയൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യമൊക്കെ വ്യത്യാസമായിരുന്നു എന്ന് നമുക്കറിയാം. 2016 10 വർഷത്തിന് മുമ്പാണ്. ഇതിപ്പോൾ 2026 നിൽക്കുകയാണ്. ഇനി സ്വാഭാവികമായിട്ടും 2036 ആയിരിക്കും. അന്നൊരു പക്ഷേ കൂടുതൽ സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ യാതൊരു മടിയും കൂടാതെ ഇതിൽ പങ്കെടുക്കുന്ന കാഴ്ച നമുക്ക് കണ്ടേക്കാം. കാരണം ഇപ്പോൾ തന്നെ പലരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ അങ്ങനെ അവഗണിക്കാൻ പറ്റുന്നവരല്ല ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരും. അവർക്ക് ആഹ്ലാദം നൽകുന്ന, അവർക്ക് ആത്മീയമായ ഉണർവ് നൽകുന്ന ഇത്തരം സംരംഭങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കുകൊള്ളാൻ താല്പര്യപ്പെടുന്നവരാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും അവരുടെ മാനസികമായിട്ടുള്ള ആനന്ദത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ ഇനി ഒരു മാധ്യമത്തിനും ആവില്ല, ഒരു രാഷ്ട്രീയക്കാർക്കും ആവില്ല എന്നത് അടുത്ത മഹാമാഘത്തിന് നമുക്കത് നേരിട്ട് തന്നെ കണ്ടറിയാവുന്ന കാര്യമാണ്. ഇത്തവണ എന്തായാലും ഒരുപാട് പേർക്കൊരു സൂചനയാണ് ഇത് നൽകിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.